ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ന്യൂസിലാൻഡിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ വീഡിയോസൊന്നും ചെയ്യാത്തതിനന്ന് കുറേ ആൾക്കാർ ചോദിച്ചു കണ്ടൻറ് ഇല്ലേ എന്നൊക്കെ. പക്ഷേ ന്യൂസിലാൻഡിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്നാണോ ചെയ്യാൻ പറ്റണില്ല. ഒന്ന് ഞാൻ ചെയ്യണ വർക്കിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാറേ ഇല്ല. നമ്മൾ രാവിലെ 5 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്കാവും. പിന്നെ 2 മണിയൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ തീരും. അതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടാറില്ല. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ എനിക്ക് ആക്ച്വലി വർക്കില്ല. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാറ്റർഡേ ഒന്ന് പോയിട്ട് നമ്മുടെ ഡിപ്പോയിൽ പോയിട്ട് ഒന്ന് കുറച്ച് പാഴ്സൽസ് എല്ലാം സോർട്ട് ചെയ്ത് വെക്കണം. സോർട്ട് ചെയ്ത് നമ്മുടെ സ്ട്രീറ്റ് ബൈ സ്ട്രീറ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച കുറച്ച് ഈസി ആയിരിക്കും. സോ അതുകൊണ്ട് രാവിലെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ സെക്ഷൻ കേട്ടോ. ഈ കിടക്കുന്ന പാഴ്സൽസ് എല്ലാമാണ് നമുക്ക് കൊടുക്കാനുള്ള പാഴ്സൽ. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഴ്സലെല്ലാം അഡ്രസ്സ് നോക്കി അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ബേസ് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മളിത് ഡെലിവറി ചെയ്യും. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബിസിനസ്സുകൾ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇന്ന് കുറച്ച് റെസിഡൻഷ്യലും കൂടി ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ ഡിസംബറിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൺഡേയിൽ ഭയങ്കര ബിസി ആയിരിക്കും. ഇത്രയും തന്നെ പാഴ്സലും കൂടെ സൺഡേയിൽ വരും. അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ സോർട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ സാറ്റർഡേ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് പാഴ്സൽസ് നമ്മൾ കൊടുക്കും. നമുക്ക് ഏകദേശം ഒരു 10-400 പാഴ്സൽ ഇന്നിപ്പോൾ നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമ്മുടെ സമയം പറഞ്ഞേക്കുന്നത് നമുക്ക് 9:30 വരെയാണ് ഡിപ്പോയിൽ നമുക്ക് സമയമുള്ളൂ. ബാക്കി അത് കഴിഞ്ഞ് അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഈ സാധനം എല്ലാം സോർട്ട് ചെയ്ത് നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ള സാധനങ്ങൾ വണ്ടിയിൽ ലോഡ് ചെയ്യണം. നമ്മളങ്ങനെ എല്ലാ പാഴ്സലും സോർട്ട് ചെയ്ത് ഓരോ സ്റ്റാക്ക് ചെയ്ത് ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിങ്കളാഴ്ച വർക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. തിങ്കളാഴ്ച നമുക്ക് വന്നിട്ട് വണ്ടിയിട്ട് ലോഡ് ചെയ്ത് കൊണ്ട് ഡെലിവറി ചെയ്ത് നമ്മൾ കുറച്ച് പാഴ്സൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ബിസിനസ്സുകളുണ്ട് സാറ്റർഡേ വർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാഴ്സൽസ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഡെലിവറി ചെയ്യാൻ പോട്ടോ. നമ്മൾ ഡിപ്പോയിൽ നിന്ന് സാധനമൊക്കെ കയറ്റി വണ്ടി കൊണ്ട് ഇറങ്ങി കേട്ടോ. പോയി പാഴ്സൽസൊക്കെ സോർട്ട് ചെയ്ത് വെച്ചു. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സാറ്റർഡേ ആണ്, സൺഡേ ആണ്. സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് ഫിഷിങ്ങിന് പോകണമെന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ വീട്ടിട്ട് പോകണം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറം റാബിറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ചൂണ്ടയിടാന്ന് ഓർത്ത് ഞങ്ങൾ ചൂണ്ടയൊക്കെ ആയിട്ട് സെറ്റായി പോവാ. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഇത് വെച്ചാൽ ഈ ഗ്ലാസ് വെച്ച് ഒന്നും കാണാൻ പാടില്ല. റോഡ് കാണാൻ അവന്മാരുടെ മേളിൽ മറ്റേ ക്യാമറ ഒക്കെ ഇട്ടിരിക്കട്ടോ കേട്ടോ. നൈലാൻ റോഡിൽ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് റാബിറ്റ് ഐലൻഡ്. വീക്കെൻഡ് ആയിട്ട് റോഡിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. മുന്തിരിപ്പാടം പൂത്തു നിൽക്കോട്ടോ. വിൻ്ററിൽ എല്ലാ ചെടിയുടെയും ഇലകളൊക്കെ പോയിട്ട് സമ്മറായപ്പോൾ എല്ലാം സെറ്റായി എന്നുള്ളൂ. ഇവിടുത്തെ റോഡും അതിനകത്ത് വന്നിട്ടില്ല. ലൈസൻസ് എടുത്തില്ലേ? അത് കഴിഞ്ഞു പോയില്ലേ? ഇല്ലാന്നേ പോട്ടെ. കുറച്ചും കൂടെ ഫ്രണ്ട് ഇട്ട് പോയിട്ട് അവിടെ നിന്നാണ് റൈറ്റ്. ബൈനറി ഉണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിൽ ചെല്ലാൻ നേരം. ശരിയാ, റാബിറ്റ് ഐലൻഡ് വേണ്ട ക്യാഷ്. ഇവിടെ കണ്ടോ റൈറ്റ് അവിടെ അങ്ങ് താഴെ അങ്ങ് ലാസ്റ്റ് 300 meters.
ഫൈനലി റാബിറ്റ് ഐലൻഡ് എത്തിയിട്ടോ. നമ്മളിവിടുന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ചെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. ഇന്ന് അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മളന്ന് വന്നതിനേക്കാളും വെള്ളമുണ്ട്. കുഞ്ഞു കുഞ്ഞു ഇവിടെയൊക്കെ വെള്ളം കയറി നന്നായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെയൊന്നും വെള്ളം ഉണ്ടായില്ല. ഞാനും നിമിഷേഫിനും കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ട് നാള് അവിടെ വന്നിട്ട് എൻ്റെ അപ്പനും എന്തോരം മീനെ പിടിച്ചെന്നറിയാം. അവിടെ മീൻ പിടിക്കണ്ടല്ലോ. നമുക്ക് നമ്മുടെ സ്പോട്ടിട്ട് ഒന്ന് പോയേക്കാം. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകണ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് മൂഞ്ചലും കഞ്ഞിയായിരുന്നു. ഈ പ്രാവശ്യം എന്നാന്ന് നോക്കാം. 7:30 കേട്ടോ സമയം. വീക്കെൻഡായതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ നമ്മൾ റാബിറ്റ് ഐലൻഡിൽ എത്തിട്ടോ. വീക്കെൻഡിലൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ തന്നെ രസമല്ലേ. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. പക്ഷെ രാവിലെ ഇച്ചിരി നേരത്തെ വന്നായിരുന്നു. നല്ല വെള്ളം ഉണ്ടായിരുന്നു ആ സമയത്ത്, നല്ല ബൈറ്റിങ്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കാം. കിട്ടുമെന്ന് നോക്കാം. അതായത് നമ്മൾ 10 മിനിറ്റ് പോലും ആയില്ല. അതിന് മുമ്പ് നമുക്കൊരു കിടുക്കാച്ചി ചാള കിട്ടിട്ടോ. ചാള, ഇതിൻ്റെ പേരെന്നാന്ന് കറക്റ്റ് അറിയാൻ പാടില്ല. നമ്മൾ തന്നെ ചാളാന്ന് പറയും. ചാള പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ ബൈറ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അത് അങ്ങേറ്റത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവനും ഒന്നും കിട്ടിയില്ല കേട്ടോ. അവനും തിരിച്ചു പോവുക. അപ്പോൾ ഇവിടെ ഇനി നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളും മൂഞ്ചി തെറ്റി തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടിപൊളി ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.